ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വയലൻസ് ഉള്ള ചിത്രം എന്ന വിശേഷണവുമായാണ് ഉണ്ണി മുകുന്ദൻ നായകനായ ഹനീഫ് അദീനി ചിത്രം മാർക്കോ എത്തിയത്. ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ഇതിനു പിന്നാലെ ലഭിച്ചതും. ചെറുപ്പക്കാർ കൂടുതലായി ഏറ്റെടുത്ത ചിത്രത്തിന് ക്രിസ്മസ് അവധിക്കാലത്ത് വലിയ രീതിയിലുള്ള സ്വീകാര്യതയും ലഭിച്ചു. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ പ്രശസ്തി അതിർത്തി കടന്നും മുന്നേറുന്നു എന്നതാണ്. ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോയുടെ ബോളിവുഡ് പതിപ്പിന് ആവശ്യക്കാർ ഏറുന്നുവെന്നും ഷോകളുടെ എണ്ണം ഉയർത്തിയെന്നുമാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹിന്ദിയിൽ പ്രദർശനത്തിനെത്തിയതിന് പിന്നാലെ മൂവി ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും ചിത്രം വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഷോകളുടെ എണ്ണം ഒറ്റയടിക്ക് 140 എണ്ണത്തോളം വർദ്ധിച്ചു എന്നാണ് കണക്ക്. കഴിഞ്ഞ ദിവസം തന്നെ ബോളിവുഡിൽ രൺബീർ കപൂർ നായകനായ സന്ദീപ് റെഡ്ഡി വാങ്ക ചിത്രം ആനിമൽ ഇടക്കാലത്ത് സർപ്രൈസ് ഹിറ്റടിച്ച കിൽ എന്നിവയെ കടത്തിവെട്ടുന്ന ആക്ഷൻ സീക്വൻസുകളാണ് ചിത്രത്തിൽ ഉള്ളതെന്ന് ആരാധകർ അഭിപ്രായപ്പെട്ടു. കൂടാതെ കില്ലിന്റെ ലൈഫ് ടൈം കളക്ഷൻ മാർക്കോ മറികടന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോഴിതാ ഷോകളുടെ എണ്ണം കൂടി ഉയർത്തിയതോടെ ചിത്രം ബോളിവുഡിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമോ എന്നതാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ ചിത്രത്തിന് 100 കോടി എന്ന നേട്ടം അധികം അകലെയാകില്ല. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രമായി മാർക്കോ മാറുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസമാണ് മാർക്കോ കളക്ഷൻ 50 കോടി പിന്നിട്ടത്. വെറും 4 ദിവസം കൊണ്ടാണ് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ 50 കോടി കടന്നത്. ചിത്രത്തിന്റെ കളക്ഷനിൽ ഭൂരിഭാഗവും വിദേശ രാജ്യങ്ങളിൽ നിന്നാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് ഇതുവരെ മാർക്കോ 20 കോടിയിലധികം രൂപ കളക്ട് ചെയ്തുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.